ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരട്ടെ. ഞാൻ എപ്പോഴും ഈ രീതിയിലാട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അധികം ഇട്ടുകൊണ്ടാണ് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാറ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ ഒട്ടുന്ന പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ശർക്കര ഒന്ന് മെൽട്ടായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. അത് നന്നായിട്ട് തന്നെ തണുത്ത് വരണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അരി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞത്. അത് ചേർത്ത് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്കൊരു 3 ഏലക്കായും 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് ചോറും ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോറ് ചേർക്കുന്നത് നെയ്യപ്പത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ, നല്ല ആരെടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ കഴിക്കാനുള്ള സംഭവം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ ചോറ് ചേർക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചെറിയൊരു തരിയോട് കൂടി വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ ചെറിയൊരു തരിയോട് വേണം അരച്ചെടുക്കാൻ. എന്നാൽ നല്ല തരി വേണ്ട, ആ രീതിയിൽ. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂണ് എള്ളും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്ക് ഈ മാവ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്ക് മാവ് ഇതാ ഈ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഒന്നുകൂടെ തിക്കായിട്ടുണ്ട്. ഇത്രയും തിക്നെസ് നമുക്ക് വേണ്ട. അപ്പോൾ തിക്നെസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ലൂസാകും, ഒരുപാട് അങ്ങ് ലൂസാക്കുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അതുപോലെ ഒഴിക്കുന്ന സമയത്ത് ഈ രീതിയിൽ വേണം. ഇനി നമുക്ക് നല്ല കുഴിയുള്ളൊരു ചീനച്ചട്ടി എടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉൾഭാഗം ശരിക്കും കുക്കായി വരില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്ന് കുറച്ച് സമയം 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ ഉൾഭാഗം നമുക്ക് ശരിക്കും ആരെടുത്തൊന്നും കിട്ടൂല. അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. എന്നിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരികൊക്കെ മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും കേട്ടോ. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ, ഈ മെത്തേഡ് തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് തയ്യാറാക്കിയെടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വരും. സൈഡിലൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ചുറ്റുഭാഗം ഇങ്ങനെ മൊരിഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. അടിപൊളി നെയ്യപ്പാണ്. അപ്പോൾ നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആകാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്